അങ്ങനെ തേജുട്ടന് LKGക്കായി. അപ്പോൾ വലിയ കുട്ടിയായി. മോള് 3ാം ക്ലാസ്സിലേക്കും ആയിട്ടോ. അപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ് കാണിക്കണത്. പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളും പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയതും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അതിലൊരു 3 ദിവസത്തെ കാര്യങ്ങൾ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ എന്തായാലും വെൽക്കം പാർട്ടിയും പ്രവേശനോത്സവവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് പിരിച്ചുവിട്ട ശേഷം LKG ക്ലാസ്സിലേക്കുള്ള ആ ഒരു എൻട്രിയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ സജ്ജീകരണങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ കുട്ടികൾ കയറുമ്പോൾ ഓലെ മറ്റ് UKGത്തെ കുട്ടികൾ പൂവൊക്കെ വിതറി ഓലെ ആ ഒരു LKGയിലേക്ക് സ്വീകരിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ വരുന്നത്. എൻ്റെ മകനത് അവിടെ അന്തം വിട്ട് കുന്തം വിട്ടൊക്കെ ഇരിക്കണം. പിന്നെ പിന്നെ ഫ്രണ്ട്സായിട്ട് എൻ്റെ അങ്കലവാടിത്തെ 2 കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ ഉള്ളതുകൊണ്ട് ഓന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില കുട്ടികൾ കരയണ്, ചില കുട്ടികൾ ചിരിക്കണ്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ കുറച്ച് നേരമുള്ളൂ ക്ലാസ് ഉണ്ടായിട്ട്, ക്ലാസ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ പോന്നു. പിന്നെ പിറ്റേ ദിവസത്തെ ഒരു ശനിയാഴ്ചത്തെ ക്ലാസ്സാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്കലവാടിയിലൊക്കെ പോയി ഒരു പോകുന്ന കുട്ടികൾക്കുള്ള കുറച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു സമ്മാനമൊക്കെ മേടിച്ച ശേഷം പിന്നെ ഞങ്ങൾ മഞ്ചേരിയിലേക്ക് പോകട്ടോ. നല്ല മഴ വരുന്നുണ്ട്. ഈ മഴയത്താണ് ഞങ്ങളെ പോക്ക്. അപ്പോൾ എന്തായാലും ഇന്ന് പോകണം. നാളെ എന്തായാലും സ്കൂള് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് പോകണം. കുറച്ചും കൂടെ സാധനം ഞങ്ങൾക്ക് മേടിക്കാണ്ട്. എന്തായാലും നല്ല മഴ പെയ്തിട്ടു. ഞങ്ങൾ മഴയത്ത് അവിടെ കുടുങ്ങി, അവിടെ നിൽപ്പായി. മഴയൊക്കെ ചോർന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോ ഒക്കെ കെട്ടി നേരെ നമ്മളെ മഞ്ചേരിയിലേക്ക് വിട്ടു. കുറച്ചും കൂടെ സാധനം മേടിക്കാണ്ട്, ബുക്കും പിന്നെ അതുപോലെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സാലറി കയറിയിട്ട് മേടിക്കുക എന്നുള്ളതിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളെ തേജുട്ടന് ചെരുപ്പ് മേടിക്കാനാട്ടോ പോണത്. ആൾക്ക് ചെരുപ്പില്ല. ചെരുപ്പുണ്ട്, ഷൂ ആണ്. പിന്നെ അത് പിന്നെ ഇടുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടല്ലേ, എന്താ LKG ഒക്കെ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെരുപ്പ് മേടിക്കാൻ കയറി. ഒരു കട കയറിയപ്പോൾ അവിടെ നിന്ന് ശരിക്കും കിട്ടിയില്ല. ഞാൻ കരുതിയൊരു മോഡലൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അടുത്ത കടയ്ക്ക് പോയി. അവിടുന്ന് പിന്നെ അവിടെയും തന്നെ കുറേ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും തന്നെ ഇങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ഇഷ്ടമായി. പക്ഷെ ഞാൻ കരുതിയൊരു മോഡലുണ്ട്, ഈ മെതിയടി പോലത്തെ അങ്ങനത്തെ വേറൊരു ടൈപ്പാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇതവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ വേറെ കടയ്ക്ക് കയറി. അവിടുന്ന് പിന്നെ ഞങ്ങൾക്കൊരു ഫ്ലിപ്പിൻ്റെ ചെരുപ്പ് എടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ തേജുട്ടന് ബോക്സ് മേടിക്കാണ്ടായിരുന്നു, പിന്നെ നമുക്ക് പൗച്ച് മേടിക്കാണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ പിസ്സ കഴിക്കാനാട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഒരു ദിവസം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, മക്കൾക്ക് മേടിച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഓൾക്ക് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത്. അപ്പം എന്തായാലും ഞങ്ങളൊരു മീഡിയം ആണ് മേടിച്ചത്. ഓൾക്ക് ഉണ്ടാക്കില്ല, ചിലപ്പോൾ ഓൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്നുള്ള ഭാവത്തിലാണ് അത് മേടിച്ചത്. പിന്നെ പറഞ്ഞാൽ ഓൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. സത്യം പറഞ്ഞാൽ രണ്ടാളും മത്സരിച്ചാണ് തിന്നണത്. ഒരു സാവധാനത്തിൽ തിന്നണമൊന്നുമില്ല. കാരണം ഒരാളത് ഫസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത പീസ് മറ്റാൾ എടുക്കുന്നുള്ള ആ ഒരു വേവലാതിയിലാണ് തിന്നണത് രണ്ടാളും. പിന്നെ പിറ്റേ ദിവസം സ്കൂളിലൊരു ദിവസമാണ് കേട്ടോ. തേജുട്ടന് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഞാൻ കുട്ടി ഉഴുന്ന ദോശ അല്ലേ, അതുണ്ടാക്കി കൊടുത്തു. പിന്നെ കുറച്ച് ചട്നിയും കൂടെ ഒഴിച്ച് അങ്ങനെ അതാണ് കേട്ടോ ഇന്ന് കൊണ്ടുപോകുന്നത്. അധികം ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെയാണ് കൊണ്ടുപോകല്. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതി. കാരണം അത് കഴിച്ച ശേഷം തന്നെ കുറച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനാവും. പിന്നെ ഫുഡ് കുറച്ചുള്ളൂ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തേജുട്ടന് കയറിയിട്ടുണ്ട്. അവനി അതാ നടന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മളെ മേലെ തന്നെ റോഡുണ്ട് കേട്ടോ. അതേ ഓട്ടോക്കാണ് പോവല്. അപ്പോൾ ഓട്ടോ വരും. പിന്നെ സുഖമാണ്. തേജുട്ടൻ്റെ കിറ്റും ബാഗൊക്കെ തൂക്കി പോകണം. എത്ര പെട്ടെന്നല്ലേ നമ്മളെ മക്കൾ വലുതാവണത്. പെട്ടെന്ന് വലുതാവും. നമ്മൾ ഒന്ന് കണ്ണ് അടച്ച് തുറക്കണതിന് മുമ്പ് തന്നെ ഓല് വലുതായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളെ ഓരോ ഭ്രാന്തുകൾ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ വരുവാളത്തിന് കുറച്ച് ഒച്ചയും വിളിക്കും കുറവുണ്ടാവും. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചങ്കും കൂലിയും പൊട്ടും. കച്ചറ കൂടിയിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കൂല, കച്ചറ തന്നെയാവും. ഒരാൾ പറയുന്ന ഒരാൾക്ക് പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് പറയാലോ, മക്കൾ കുറച്ച് വികൃതി ഇല്ലാലോ, വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് പോൽക്ക് അറിയുണ്ടാവും. പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വണ്ടിക്കുള്ള വെയിറ്റിംഗ് ആണ്. വണ്ടി വരട്ടെ. പെരുത്തൊക്കെ കണ്ട നല്ല സ്നേഹമാണ് തോന്നും. അത് നോക്കണ്ട, അടിയാണ്. പിന്നെ അവിടുന്ന് അടി ഉണ്ടാക്കി പോന്നു. അപ്പോൾ ഞാൻ അവൻ്റെ തലയിൽ കുറേ ഈരും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. അയക്കണമെന്നില്ല, എപ്പോഴേലൊക്കെ അയക്കും.
അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തലയിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഈര് അങ്ങനെ ഒരു മറ്റുള്ള തലയിലുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ തലയിൽ ചിലപ്പോൾ ഉണ്ടാവും എന്നുള്ളതിൽ അങ്ങനെ നോക്കി കൊടുക്കുകയാണ്. എന്തോ ഒരു ഭാഗ്യത്തിൽ നിന്നും തരുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ നിൽക്കുള്ളൂ. പിന്നെ മക്കളൊക്കെ പോയ ശേഷം പിന്നെ ഞാൻ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നാം നമ്മുടെ ആ ഒരു കർമ്മത്തിലേക്ക് കിടക്കുകയാണ്. ചോറും കൂട്ടാനും വെച്ച് കഴിക്കുന്ന പണി ഇതൊക്കെ തന്നെയല്ലേ. പിന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ മറ്റേത് പറഞ്ഞാൽ വെക്കേഷൻ്റെ ടൈമിൽ പറഞ്ഞാൽ എനിക്ക് ജോബ് ഉള്ളതുകൊണ്ട് അങ്ങനെ അതിന് പോയിരുന്നു. ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ അത് കിട്ടിയിട്ടില്ല എന്നല്ല, കഴിഞ്ഞു. വേറെ ആ പഴയ ആളെന്നെ കയറി. ഇനി കിട്ടുമ്പോൾ വേണം എനിക്ക് പോവാൻ. വീട്ടിലിരിക്കുമ്പോൾ ഒരു വെറുതെ എന്തിനാ കിട്ടുന്ന പൈസ കളയണേ. അപ്പോൾ പിന്നെ മീൻ കറിയും മീൻ വറ്റിച്ചതും പിന്നെ ചരങ്ങിയ താളിപ്പും. പിന്നെ മക്കളൊക്കെ വന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല മഴയാണ്. ഒരു 5:30 ആയപ്പോൾ തന്നെ മഴ തുടങ്ങി, പെരുമഴ. മോളിതവിടെ പഠിക്കുന്നു. കറണ്ടില്ല കേട്ടോ. മോനിതവിടെ ആ തക്കത്തിൽ ഫോണിൽ കാർട്ടൂണോ പാട്ടോ എന്തൊക്കെ കാണുന്നുണ്ട് ആള്. ഇപ്പം എത്ര